നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ലെന്ന് സുപ്രീം കോടതി. സ്വന്തം അനുഭവം വിശദീകരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ദേശീയപാത ചാലക്കുടിയിൽ തുടർച്ചയായ 4ാം ദിവസവും ഗതാഗത കുരുക്ക്. കുന്നംകുളം പന്തല്ലൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് വീണു. കൊടകര കനകമലയിൽ വനപ്രദേശത്തുള്ള പഴയ പാറമടയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ. മാള ആളൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. കൊടകര പാറേക്കാട്ടുകരയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിൽ റോഡരികിലെ അപകടാവസ്ഥയിലായ മരങ്ങൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ അലംഭാവം തുടരുകയാണെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ലെന്ന് സുപ്രീം കോടതി. റോഡിന്റെ അവസ്ഥ മോശം തന്നെയാണെന്ന് പറഞ്ഞ സുപ്രീം കോടതി സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയില്ലെന്ന് വിമർശിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ വിമർശനം. ടോൾ പിരിച്ച ശേഷം എന്തുകൊണ്ടാണ് റോഡ് നന്നാക്കാതിരുന്നത് എന്നും റോഡ് പണി പൂർത്തിയാകുന്നതിന് മുൻപ് എന്തുകൊണ്ട് ടോൾ പിരിവ് തുടങ്ങിയെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും തമ്മിലുള്ള പ്രശ്നത്തിൽ എന്തിന് പൊതുജനം ബുദ്ധിമുട്ടണമെന്നും കോടതി വാക്കാൽ ആരാഞ്ഞു. ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം. ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി വാദിച്ചു. എന്നാൽ പണി പൂർത്തിയാകും മുൻപ് ടോൾ പിരിച്ചല്ലോ എന്ന് ചോദിച്ച ചീഫ് ജസ്റ്റിസ് സഹജഡ്ജി വിനോദ് ചന്ദ്രനെ കാര്യങ്ങൾ നേരിട്ടറിയാമെന്നും പറഞ്ഞു. കേസ് തിങ്കളാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഹൈക്കോടതി ടോൾ പിരിവ് തടഞ്ഞ് ഇടക്കാല ഉത്തരവിട്ടത്. എറണാകുളം തൃശൂർ ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പ്ലാസയിലൂടെ സഞ്ചരിച്ചപ്പോൾ നേരിട്ട് അനുഭവിച്ച ബുദ്ധിമുട്ട് വിശദീകരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ടോൾ പിരിച്ചിട്ട് റോഡ് നന്നാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം അതോറിറ്റിയോട് ആരാഞ്ഞു. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തലാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തിപരമായ അനുഭവം പങ്കുവച്ചത്. ഒരു തവണ മാത്രമാണ് ആ റോഡിലൂടെ സഞ്ചരിച്ചിട്ടുള്ളത് എന്നും അന്ന് എസ്കോർട്ട് വാഹനം ഉണ്ടായിരുന്നു എങ്കിലും എന്നിട്ട് പോലും തന്റെ വാഹനം കടന്നുപോകാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ ചാലക്കുടി മേഖലയിൽ ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. ചാലക്കുടി ടൗൺ, മുരിങ്ങൂർ, കൊരട്ടി, പേരാമ്പ്ര തുടങ്ങി എല്ലായിടത്തും ഒരുപോലെ വാഹനങ്ങൾ നിരത്തിൽ കുടുങ്ങിക്കിടന്നു. തിങ്കളാഴ്ച മുതൽ അനുഭവപ്പെട്ട ഗതാഗത സ്തംഭനമാണ് വ്യാഴാഴ്ചയോടെ രൂക്ഷമായത്. തൃശൂർ എറണാകുളം റൂട്ടിലായിരുന്നു ഏറെയും ഗതാഗത സ്തംഭനം. പുലർച്ചെ മുതൽ 100 കണക്കിന് വാഹനങ്ങൾ റോഡിൽ കിടന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. KSRTCയുടെ ദീർഘദൂര ബസ്സുകളും മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങി. ചാലക്കുടിയിൽ നിന്ന് മേലൂർ വെട്ടുകടവ് പാലം വഴി KSRTC ബസ്സുകളടക്കം വലിയ വാഹനങ്ങൾ ഇക്കുറി കടത്തിവിട്ടു. സാധാരണ ഗതാഗത സ്തംഭനം ഒഴിവാക്കുന്നതിന് ചെറിയ വാഹനങ്ങൾ മാത്രമേ മേലൂർ റോഡ് വഴി കടത്തിവിടാറുള്ളൂ. പക്ഷേ ഇതൊന്നും ഗതാഗതക്കുരുക്കിന് ശമനമുണ്ടാക്കിയില്ല. എല്ലാ മേൽപ്പാലങ്ങളിലും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ഇതിനൊപ്പം സർവീസ് റോഡുകളിലും ഗതാഗതം സ്തംഭിച്ചു. പ്രധാന സ്ഥലങ്ങളിൽ പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. കുന്നംകുളം പന്തല്ലൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. മെയിൻ റോഡിൽ നിന്നും പന്തല്ലൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് വീണു. പന്തല്ലൂർ സ്വദേശി സൈമന്റെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് വൈദ്യുതി പോസ്റ്റ് വീണത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവിധ പറമ്പുകളിലെ നിരവധി തെങ്ങുകളും മരങ്ങളും കടപുഴകി വീണു. പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റ് 5 മിനിറ്റിലധികം നീണ്ടുനിന്നു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. മേഖലയിൽ വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം നിലച്ചു. കൊടകര കനകമലയിൽ വനപ്രദേശത്തുള്ള പഴയ പാറമടയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ. വർഷങ്ങൾക്ക് മുൻപ് പാറ ഖനനത്തിനായി നീക്കിയ മണ്ണ് കുന്നുകൂടി കിടന്നതാണ് സമീപത്തെ ക്വാറിയിലേക്ക് ഇടിഞ്ഞു വീണത്. റവന്യൂ ഉദ്യോഗസ്ഥരും വനപാലകരും സ്ഥലം സന്ദർശിച്ചു. മാള ആളൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. മാളയിൽ നിന്ന് തൃശൂരിലേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ മുൻഭാഗത്താണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. യാത്രക്കാർ ഉടൻ ബസ്സിൽ നിന്നിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊടകര പാറേക്കാട്ടുകരയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. ഈ റോഡിൽ നിന്ന് പാറേക്കാട്ടുകരയിലെ കിടക്ക നിർമ്മാണശാലയിലേക്ക് നിർമ്മാണ സാമഗ്രികളുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. വൈദ്യുതി ലൈനിൽ തട്ടിയതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് സംശയിക്കുന്നു.
കൊടകര സഹൃദയ കോളേജിന് സമീപത്ത് വെച്ച് ലോറിയുടെ പുറകുവശത്തു നിന്ന് പുക ഉയരുന്നത് കണ്ട് പുറകെ വന്ന ബൈക്ക് യാത്രക്കാരൻ ലോറി ഡ്രൈവറെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഡ്രൈവർ ഭാഗ്യരാജ് വീടുകൾ കുറവുള്ള ഭാഗത്ത് ലോറി നിർത്തി. ചാലക്കുടിയിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കൊണ്ടാഴി പഞ്ചായത്തിൽ റോഡരികിലെ അപകടാവസ്ഥയിലായ മരങ്ങൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ അലംഭാവം തുടരുകയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. 4-ാം വാർഡിലെ കൊണ്ടാഴി ഒറ്റപ്പാലം പ്രധാന റോഡ് കടന്നുപോകുന്ന ഭാസ്കര നഗറിലാണ് പൊതുജനങ്ങൾക്ക് ഭീഷണിയായ മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. സമീപത്ത് തന്നെ വീടുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളുമുണ്ട്. പരാതി ഉയർന്നതോടെ പൊട്ടിവീഴാറായ മരങ്ങൾ കയറുപയോഗിച്ച് കെട്ടി നിർത്തി. 6 മാസത്തിലധികമായി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ശാശ്വത പരിഹാരമുണ്ടായിട്ടില്ല. ഒരു സൈഡിലത്തെ കംപ്ലീറ്റ് വേരുകളും മുറിഞ്ഞുപോയി, അതേ കാന വന്നു. ഇപ്പോൾ അത് കാറ്റ് വരച്ചാൽ ഏത് നിമിഷത്തും വീഴാൻ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിലായാലും പരാതി കൊടുത്തിട്ടുണ്ട്. ആരും ഇത്ര കാലം കൊണ്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു കയറൊക്കെ ഇട്ടിട്ട് അവരെന്നെ കെട്ടിപ്പോയതാണ്. തൽക്കാലം മറിഞ്ഞു പോയിണ്ടാന്ന് പറഞ്ഞിട്ട് 5 മാസത്തോളമായി കയറ് അങ്ങനെ ഒരു കയറ് വേറെ തെങ്ങിലേക്ക് വലിച്ച് കെട്ടിയേർക്കാണ്. ഇതൊന്നും ഇപ്പോൾ അത് അപകടം വരുന്നുള്ളത് ഉറപ്പ്. ഇപ്പോൾ കാലത്ത് മഴത്ത് പേടിച്ചിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ വൈദ്യുതി ലൈന് മുകളിലൂടെയാണ് മരക്കൊമ്പുകൾ വളർന്നു നിൽക്കുന്നത്. വഴിയാത്രക്കാർ ഭീതിയോടെയാണ് ഈ വഴി പോകുന്നത്. കാന നിർമ്മാണം തുടങ്ങിയതോടെ മരങ്ങളുടെ വേരുകൾ മുറിച്ചു മാറ്റി. ഇത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നു. ചില മരങ്ങളുടെ വേരുകൾ പുറത്ത് കാണാവുന്ന നിലയിലാണ്. എത്രയും വേഗം പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യത്തിലാണ് പ്രദേശവാസികൾ. TCV ന്യൂസ്, തിരുവല്ലാമല. മുരിയാട് കല്ലങ്കുന്ന് തുറവൻകാട് പാടശേഖരത്തിൽ കാലഹരണപ്പെട്ട മരുന്നുകൾ തള്ളിയതായി കണ്ടെത്തി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാലഹരണപ്പെട്ട മരുന്നുകളുടെ 20ഓളം ചാക്കുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി M. ശാലിനി ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലും അസിസ്റ്റന്റ് ഡ്രഗ്സ് കൺട്രോളറുടെ ഓഫീസിലും പരാതി നൽകിയിട്ടുണ്ട്. പുറന്തള്ളിയ മാലിന്യത്തിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം തള്ളിയ വ്യക്തിയിൽ നിന്നും പിഴ ഈടാക്കുന്നതിനുള്ള നടപടികൾ മുരിയാട് പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് മുകുന്ദൻ, പഞ്ചായത്ത് അംഗം റോസ്മി ജയേഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അറിയിച്ചു. മതിലകത്ത് അങ്കണവാടി ജീവനക്കാരിയുടെ സ്വർണമാല കാക്ക കൊത്തിക്കൊണ്ടുപോയി. കാക്കയെ കല്ലെറിഞ്ഞ് മാല തിരിച്ചെടുത്ത് നാട്ടുകാർ. മതിലകം 13-ാം വാർഡിലെ 77-ാം നമ്പർ ശിശുഭവൻ അംഗൻവാടി വർക്കർ ഷേർലി തോമസിന്റെ 3.5 പവൻ സ്വർണമാലയാണ് അംഗനവാടിയുടെ കോണിപ്പടിയിൽ നിന്ന് കാക്ക കൊത്തിക്കൊണ്ടുപോയത്. രാവിലെ അംഗനവാടി തുറന്ന് വൃത്തിയാക്കുന്നതിനിടയിൽ ഷേർലി തോമസ് മാല ഭക്ഷണപ്പൊതിയോടൊപ്പം കോണിപ്പടിയിൽ ഊരിവെച്ചു. ഇതിനിടെയാണ് കാക്ക മാല കൊത്തിപ്പറന്നത്. ഇത് കണ്ട ഷേർലി ഉറക്കെ നിലവിളിച്ചു. കരച്ചിൽ കേട്ട് തൊട്ടടുത്ത റോഡിൽ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ നിന്നവരും നാട്ടുകാരും മാലയ്ക്കായി കാക്കയുടെ പിന്നാലെ ഓടി. കാക്ക തൊട്ടടുത്ത മരത്തിലിരുന്നതോടെ നാട്ടുകാരിൽ ഒരാൾ കല്ലെടുത്തെറിഞ്ഞ് കാക്കയുടെ കൊക്കിൽ നിന്നും സ്വർണമാല വീഴ്ത്തി തിരികെ നൽകുകയായിരുന്നു. എന്തോ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കാക്ക എൻ്റെ മാല കൊത്തി ഇങ്ങനെ പറന്നുകൊണ്ട് പോണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞ് കൈയൊട്ടിയൊക്കെ വരികയാണ് ഇങ്ങനെ കാക്ക താഴ്ത്തിടാൻ വേണ്ടി. അപ്പോഴേക്കും സ്കൂൾ ബസ് വന്ന സമയമായിരുന്നു. കുട്ടികളും മാതാപിതാക്കളും പിന്നെ അതിൽ കൂടി പോണവരും ഒക്കെ ഉള്ള കാരണം എൻ്റെ ശബ്ദം കേട്ട് അവരും ഇങ്ങോട്ട് ഒച്ചയെടുത്ത് വന്നപ്പോൾ കാക്ക അത് താഴെ ഇട്ട് കാക്ക പറന്നുപോയി. അവരൊക്കെ കൂടി ഓടി വന്ന് ഒച്ചയെടുത്ത് ബഹളം വെച്ച് എനിക്ക് സാധനം തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ മാല തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഷേർലി തോമസ്. TCV ന്യൂസ്, കയ്പമംഗലം. ഇടവേള. ആടിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകളിലേക്ക് വീണ്ടും. പുതുക്കാട് നിന്നും കാണാതായ വയോധികന്റെ മൃതദേഹം പാലക്കാട് അഗളിയിലെ വനത്തിൽ നിന്നും കണ്ടെത്തി. തൃക്കൂർ സ്വദേശി കണ്ണമ്പുഴ തോമസിനെയാണ്
മുക്കാലി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപത്തെ വനത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിറക് ശേഖരിക്കാൻ പോയ ആദിവാസികളാണ് മൃതദേഹം കണ്ടത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ജൂലൈ 31 തൃശൂർ പുത്തൻപള്ളിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ തോമസിനെ പിന്നീട് കാണാതാവുകയായിരുന്നു. ഈ മാസം 1 തോമസിന്റെ മകൾ അൽഫോൺസയുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് കേസെടുത്തിരുന്നു. ചെങ്ങാലൂർ സ്നേഹപുരത്തുള്ള മകൾ അൽഫോൺസയുടെ വീട്ടിലായിരുന്നു തോമസ് താമസിച്ചിരുന്നത്. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറം ചെങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി തകർത്തു. പൊട്ടിയ പൈപ്പുകൾ മാറ്റാൻ തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ 100 കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കോട്ടപ്പുറം ചെങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകളാണ് വ്യാപകമായി തകർത്തിട്ടുള്ളത്. റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കിടയിലാണ് പൈപ്പുകൾ പൊട്ടിയത്. ഇതേ തുടർന്ന് ദിവസങ്ങളോളമായി കുടിവെള്ളം വിതരണം മുടങ്ങിയ അവസ്ഥയിലാണ്. പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്തിലും പൊതുമരാമത്ത് വകുപ്പിലും കരാറുകാരോടും നിരന്തരം അഭ്യർത്ഥന നടത്തുന്നുണ്ടെങ്കിലും ഇത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞ് ഇവർ കൈയൊഴിയുകയാണ്. ഗുണഭോക്താക്കൾ പണം ഉപയോഗിച്ച് പൈപ്പുകൾ മാറ്റണമെന്നാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. ഇതിന് ഏകദേശം 1 ലക്ഷം രൂപ ചെലവ് വരുമെന്ന് ഗുണഭോക്താക്കൾ പറയുന്നു. അപ്പോൾ ഇത് വെള്ളം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിണറില്ലാത്തവരടക്കമുണ്ട് ഈ വാർഡിൽ. അപ്പോൾ അവരെല്ലാവരും ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇത് നമ്മൾ പരാതി കൊടുക്കാനുള്ളതും പഞ്ചായത്തിലും അങ്ങനെ അധികാരികളും എല്ലാവരോടും നമ്മൾ പരാതിപ്പെട്ടു. ഒരു പരിഹാരം എന്ന് പറയുന്നത് നമുക്കത് ചെയ്തു തരുന്നില്ല. ഈ റോഡ് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ് കുഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 5-6 തവണ പൈപ്പ് പൊട്ടിച്ചു. അതെല്ലാം ജനങ്ങളെല്ലാം പിരിവിട്ടാണ് ഞാൻ കയ്യിൽ നിന്ന് എടുത്ത് 10-20,000 രൂപ ചിലവായി. ഈ റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് 200-250 മീറ്റർ റോഡ് സൈഡ് പൊളിച്ചു പോയി. അതിൽ എല്ലാ പൈപ്പും ഞങ്ങൾ ഇട്ടിരിക്കുന്ന എല്ലാ കുടിവെള്ള പദ്ധതി എല്ലാ പൈപ്പും ഈവൻ മെയിൻ പൈപ്പ് അടക്കം ടാങ്കിലേക്ക് പോകുന്ന മെയിൻ പൈപ്പ് അടക്കം പൊട്ടിച്ചു പോയി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് സമയം പോലും തന്നില്ല. അയാൾ പറയുന്നത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പൈപ്പ് ഫിറ്റ് ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ നാളെ ഞങ്ങൾ മെറ്റലിട്ട് ഇവിടെ പണി മൂടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഓൾറെഡി അവർ മെറ്റലിട്ട് കൊണ്ട് കഴിഞ്ഞു. ഈ പറയുന്ന പണി ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ 1.25 ലക്ഷം രൂപ വേണ്ടി വരും ഈ പറഞ്ഞ പണികളെല്ലാം ചെയ്യാൻ. ഇവിടെ എല്ലാം സാധാരണ ജനങ്ങളാണ്. എല്ലാവരും അന്നന്നത്തെ ജോലിക്ക് പോയി ജീവിക്കുന്നവരാണ്. കഴിഞ്ഞ നവംബർ മാസം മുതൽ ഇത്തരത്തിൽ പൈപ്പുകൾ പൊട്ടിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഗുണഭോക്താക്കൾ കയ്യിൽ നിന്ന് പണമെടുത്താണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്നും പൊട്ടിയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്നും ഗുണഭോക്താക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിന് പ്രസിഡന്റ് വി.ഡി. തോമസ്, സെക്രട്ടറി കെ.എസ്. സുരേഷ്, മെമ്പർ വി.ജെ. ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. വോട്ട് കൊള്ളയ്ക്കെതിരെ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CH സാദത്ത്, രഞ്ജിത്ത് കൈപ്പിള്ളി, സായൂജ് സുരേന്ദ്രൻ, ഷാജു പൂക്കാടൻ, KA ഹനീഫ, സിജിൽ ചന്ദ്രൻ, പ്രതീഷ് പണ്ടാരത്തിൽ, ലിനോ മൈക്കിൾ, രഹൻ പള്ളത്തേരി, ജെയ്നി സിജോ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളെ കയറ്റാത്ത ബസ്സുകൾക്കെതിരെ നടപടിയെടുത്ത് പുതുക്കാട് പോലീസ്. തൃശൂർ വരന്തരപ്പള്ളി റൂട്ടിൽ സർവീസ് നടത്തുന്ന അനു ട്രാവൽസ്, ഭുവനേശ്വരി അമ്മ എന്നീ സ്വകാര്യ ബസ്സുകൾക്കെതിരെയാണ് പുതുക്കാട് പോലീസ് നടപടിയെടുത്തത്. തലോർ ദീപ്തി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറിയെന്നും വിദ്യാർത്ഥികളെ കയറ്റാതെയിരിക്കുന്നുവെന്നും കാട്ടി കുട്ടികൾ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോഷി കണ്ണുക്കാടൻ മുഖേന നൽകിയ പരാതിയിലാണ് നടപടി. 2 വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു. പിഴ ഈടാക്കിയ ശേഷം പിന്നീട് വാഹനങ്ങൾ വിട്ടുനൽകി. അശ്രദ്ധമായി വാഹനമോടിച്ച് അപകട സാഹചര്യമുണ്ടാക്കിയതിന് അനു ട്രാവൽസിനെതിരെ വരന്തരപ്പള്ളി സ്വദേശിയായ യുവാവ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. ചാമക്കാല ശ്രീനാഥ് കൊലപാതക കേസിലെ പ്രതി 22 വർഷത്തിന് ശേഷം അറസ്റ്റിലായി. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പാണ്ടികപ്പറമ്പിൽ വീട്ടിൽ അജയനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ 6 പ്രതികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അടിത്തട്ടിലെ പാറയും കടൽമാക്രിയും വില്ലന്മാരാകുന്നു. വലയും തൊഴിലും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന പല വള്ളങ്ങൾക്കും വല നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. കടലിന്റെ അടിത്തട്ടിലുള്ള പാറകളിൽ ഉടക്കി വല നശിക്കുന്നത് പതിവാണ്. ഇതിനിടെ കടൽ മാക്രികളുടെ ആക്രമണം ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആഞ്ജനേയൻ എന്ന ഇൻബോർഡ് വള്ളത്തിലെ 1000 കിലോയോളം വല നശിച്ചു. പാറയിൽ കുരുങ്ങി വലിയൊരു ഭാഗം വല നശിച്ചപ്പോൾ കടൽ മാക്രിക്കൂട്ടം കയറി ബാക്കി വലയും ഉപയോഗശൂന്യമാക്കി. വലയ്ക്ക് പുറമെ റോപ്പ്, EM എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 9 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു. ഞങ്ങളുടെ റോപ്പിന് ഉൾപ്പെടുത്തുന്നു തോന്നി. അപ്പോൾ അടിയിലൊന്നും പിടിച്ചേക്കണം. ഞങ്ങളെ സംശയം മുഴുവൻ കണ്ടെയ്നറാണെന്ന്.
അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ കിടന്ന് ഒരുപാട് നേരം കിടന്ന് കുസ്തി പിടിക്കുന്നു. ഞങ്ങൾ 48 പേര് വളർത്തുന്നുണ്ടായിരുന്നു. 48 പേരും ഞങ്ങളെ കയറി വരുള്ളൂ. അങ്ങനെ 2 വെള്ളം വീണ്ടും പോയി ഞങ്ങൾ ഒരു വെള്ളത്തിന് വിളിച്ചുകൊണ്ടിരുന്നു. കയറി വേർലെസ്സിൽ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ കയറി പോയി നേരിട്ട് വിളിച്ചിട്ട് വന്നിട്ട് ആ വെള്ളം കൂടി 50 പേരും കൂടി സഹായിച്ചിട്ടാണ് ഞാൻ കടന്ന് കിട്ടുന്നത്. 9 ലക്ഷം രൂപയിൽ നഷ്ടം വരും. അപ്പോൾ ബാക്കിയുണ്ടായ പോലെയൊക്കെ മാക്കിലടിച്ച് കടൽ മാക്കിൽ എന്ന് പറഞ്ഞ സാധനമുണ്ട് പുറത്തുനിന്ന്. നമ്മൾ കുളത്തിലൊക്കെ കാണുന്ന സാധനം പുറത്തുനിന്ന് വലുത് ഇത്രയൊക്കെ നീളമുണ്ടാവും. ഇത് കടൽ മാക്കിലൊക്കെ അടിച്ച് മറ്റുള്ള വലകളും ടോപ്പുകളും ഒക്കെ ചീത്ത. ആഞ്ജനേയൻ വള്ളത്തിൽ 50 തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഇത്തരത്തിൽ നിരവധി വള്ളങ്ങൾക്ക് വലയും അനുബന്ധ സാമഗ്രികളും നഷ്ടപ്പെടുന്നുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പോർക്കുളം പഞ്ചായത്ത് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് K. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KC കുഞ്ഞൻ, അഖില മുകേഷ്, പ്രതിപക്ഷ നേതാവ് KA ജ്യോതിഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാക്കൽ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ ദർശന തിരുനാളിന് തുടക്കമായി. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് തിരുനാൾ ഊട്ടും ഫാൻസി വെടിക്കെട്ടും ബാൻഡ് മേളവും അരങ്ങേറി. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച നടക്കുന്ന ചടങ്ങുകൾക്ക് ഫാദർ ഷിൻസ് ആന്റണി പോട്ടോക്കാരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് ദിവ്യബലിയെ തുടർന്ന് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ തിരുനാൾ പ്രദക്ഷിണവും നടക്കും. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ഹൃദയാഘാതത്തെ തുടർന്ന് വിദ്യാർത്ഥിനി മരിച്ചു. തോണൂർക്കര കുറ്റിക്കാട് ഉന്നതിയിലെ വാസുദേവന്റെ മകൾ 17 വയസ്സുള്ള രുദ്രയാണ് മരിച്ചത്. ചേലക്കര SMTA സ്കൂളിൽ +2 വിദ്യാർത്ഥിനിയാണ്. പനിയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഹൃദയാഘാതം സംഭവിച്ചത്. വേലൂപ്പാടം വിശുദ്ധ യൗസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് തുടക്കമായി. കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെൻജോ നടുവിൽ പീടിക സഹകാർമ്മികനായി. വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത്, സഹവികാരി ഫാദർ ഷെബിൻ പനക്കൽ, കൈക്കാരന്മാരായ പോൾ മഞ്ഞളി, മനോജ് കോഴിക്കുന്നേൽ, രാജു മൊയലൻ, റോബി കൊച്ചുപുരയ്ക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിയാഴ്ചയാണ് ഊട്ടുതിരുനാൾ.
ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം പകർന്നുകൊടുത്ത ഗുരുനാഥയ്ക്ക് ഗുരുദക്ഷിണയുമായി ചിത്രകാരൻ സദാനന്ദൻ. മണലിത്തറ ജനകീയ വിദ്യാലയത്തിലെ മുൻ അധ്യാപികയെ പൂർവ്വ വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ച ആദരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സമ്മാനിക്കുന്ന പൊന്നാടയിൽ ടീച്ചറുടെ മനോഹരമായ ചിത്രം വരച്ചാണ് സദാനന്ദൻ ഗുരുദക്ഷിണ നൽകുന്നത്. 2 ദിവസം കൊണ്ടാണ് സദാനന്ദൻ തന്റെ കലാസൃഷ്ടി പൂർത്തീകരിച്ചത്. വെള്ളിയാഴ്ച മണലിത്തറയിൽ നടക്കുന്ന ഹരിശ്രീ എന്ന പരിപാടിയിൽ ഈ പൊന്നാട സമ്മാനിക്കും. എനിക്കിതിന് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. 1ാം ക്ലാസ് ഈ പഠിപ്പിച്ച ടീച്ചർക്ക് തന്നെ സമ്മാനിക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ, തമിഴ്നാട് ഗവർണർ RM രവി, മന്ത്രിമാർ, സിനിമാ താരങ്ങൾ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ സദാനന്ദൻ പൊന്നാടയിൽ വരച്ചു നൽകിയിട്ടുണ്ട്. ക്യാൻവാസുകളിൽ അക്രിലിക് ചിത്രങ്ങൾ മനോഹരമായി ഒരുക്കുന്ന സദാനന്ദൻ ഒട്ടേറെ കരകൗശല വസ്തുക്കളും നിർമ്മിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് സാരികളിൽ തന്റെ ഭാവനയിലെ ചിത്രങ്ങൾ വരയ്ക്കുന്ന തിരക്കിലാണ് സദാനന്ദൻ. കൂടാതെ ഹൈദരാബാദ്, മുംബൈ എന്നിവിടങ്ങളിൽ ചിത്രപ്രദർശനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മച്ചാട് സ്വദേശിയായ ഈ കലാകാരൻ. TCV ന്യൂസ്, വടക്കാഞ്ചേരി. കൗക്കാനപ്പെട്ടി LPS സ്കൂളിൽ പ്രഭാത ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം നടന്നു. വടക്കേകാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് T അനിത അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പള്ളിക്കര, ശോഭ അനീഷ്, PV ബാലചന്ദ്രൻ, ഷഹന, ബിജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. നവീകരിച്ച കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രഭാത് മുല്ലപ്പള്ളി, ജയകുമാർ പൂളയ്ക്കൽ, ബിന്ദു ധർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിന്റെ 25 ലക്ഷം രൂപയും ഉൾപ്പെടെ 1 കോടി രൂപ MLAയുടെ സഹായത്തിന്റെ ഭാഗമായിട്ട് തന്നെ MLAയുടെ ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ട് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വേലൂർ പഞ്ചായത്തിന്റെ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിൽ അമിതമായി ഫോട്ടോസ്റ്റാറ്റിന് ഫീസ് ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് UDF വേലൂർ മണ്ഡലം കമ്മിറ്റി സമരം നടത്തി. അമിത ചാർജ് ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗം CD സൈമൺ എന്നിവരോട് ജീവനക്കാർ അപമര്യാദയായി പെരുമാറിയെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. വേലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി. പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ CD സൈമൺ, വിജിനി ഗോപി, നേതാക്കളായ ഫ്രെഡി ജോൺ, PP രാമചന്ദ്രൻ, സുഭാഷ് തിരുത്തിയിൽ തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. പാവൽ കൃഷി നശിപ്പിക്കാനെത്തുന്ന പക്ഷികളെ പറപ്പിക്കാൻ ഹൈടെക് വിദ്യയുമായി മാന്നാമംഗലത്തെ കർഷകൻ. മാന്നാമംഗലം കട്ടിങ് സ്വദേശി എഴുപ്പിള്ളിയിൽ ദാസ് വർഗീസ് എന്ന കർഷകനാണ് പുത്തൻ ആശയവുമായി രംഗത്ത് വന്നത്. ഓണവിപണി ലക്ഷ്യം വെച്ച് നടത്തിയ പാവൽ കൃഷിയിലാണ് ഹൈടെക് വിദ്യയുടെ ആദ്യ പരീക്ഷണം. പാവൽ കൃഷി നശിപ്പിക്കാനെത്തുന്ന പക്ഷികളെ തുരത്താനായി പടക്കം പൊട്ടിക്കൽ നടത്താറുണ്ടെങ്കിലും ശാശ്വത പരിഹാരമുണ്ടായില്ല. പടക്കം പൊട്ടിച്ച ശേഷം കർഷകൻ കൃഷിസ്ഥലത്ത് നിന്ന് മാറിയാൽ ഉടൻ പക്ഷിക്കൂട്ടം തോട്ടത്തിൽ പറന്നിറങ്ങി വ്യാപകമായി പാവയ്ക്ക കൊത്തി നശിപ്പിക്കും. ഇത്തരത്തിൽ നശിപ്പിക്കുന്ന പാവയ്ക്ക വിപണിയിൽ വിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതുമൂലം കർഷകന് ഒരു ദിവസം 25 കിലോയോളം പാവയ്ക്കാണ് നഷ്ടം വരുന്നത്. ഈ നഷ്ടം പരിഹരിക്കാനാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണം വാങ്ങിയത്. ഉയർന്ന ശബ്ദത്തിൽ ഇത് പ്രവർത്തിക്കുന്നതോടെ സമീപത്തെ പക്ഷികളെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് പറക്കും. ഒരു തവണ ചാർജ് ചെയ്താൽ 4 മണിക്കൂർ വരെ പ്രവർത്തിക്കും. പക്ഷികൾ കൂടുതലായി എത്തുന്ന രാവിലെ 6 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെയുമാണ് ഉപകരണത്തിന്റെ പ്രവർത്തനം. ശല്യം സഹിക്കാൻ പറ്റാതെ ചെയ്തപ്പോൾ ഇത് വെച്ച് പിന്നെ കുറെ ഇന്ന് വന്നിട്ടില്ല. ഇത്ര നാളും പടക്കം പൊട്ടിക്കായിരുന്നു, ഡെയിലി 2 നേരം വെച്ച് പടക്കം പൊട്ടിക്കായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ മാറി കഴിയുമ്പോൾ പോരും. ആദ്യം വലിയ കായല കൊത്തിക്കൊണ്ടിരുന്നു, ഇപ്പോൾ ചെറിയ കായലും കൊത്തുക. അത് ഒരു കൊത്തിയാൽ പിന്നെ മാർക്കറ്റിൽ എടുക്കില്ല, ഒരു സ്ഥലത്ത് ചിലവാവില്ല. അത് കാരണം ഒരു 10-25 കിലോ ഡെയിലി കളയും. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം മടുത്തയക്കത് ചെയ്തേക്കണേ. ഇതിപ്പോൾ ഇന്ന് വെച്ചിട്ട് വെച്ചതൊന്നും ഇന്ന് ഇതുവരെ വന്നിട്ടില്ല. കത്താ വാഹനങ്ങളിൽ മീൻ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നവർ ഇത്തരത്തിലുള്ളവ ഉപയോഗിക്കാറുണ്ടെങ്കിലും കൃഷിയിടത്തിലെ പരീക്ഷണം ആദ്യമാണ്. ഇപ്പോൾ പക്ഷികളൊന്നും കൃഷിസ്ഥലത്ത് എത്തുന്നില്ലെന്നും തന്റെ ആദ്യ പരീക്ഷണം വിജയം കണ്ടുവെന്നും കർഷകനായ ദാസ് വർഗീസ് പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. പോലീസിനെ ആക്രമിച്ചുവെന്ന കേസിൽ NV വൈശാഖൻ ഉൾപ്പെടെയുള്ള DYFI CPM നേതാക്കളെ വടക്കാഞ്ചേരി കോടതി വെറുതെ വിട്ടു. സംസ്ഥാന വ്യാപകമായി അധ്യാപകരും ജീവനക്കാരും നടത്തിയ സമരത്തോടനുബന്ധിച്ച് ചേലക്കര പോളിടെക്നിക്കിൽ ഉണ്ടായ സംഘർഷത്തിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുവെന്ന കേസിലാണ് നടപടി. 2023 ജനുവരി 11 കേസിനാസ്പദമായ സംഭവം.
ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ കൂട്ടായ്മയുടെ ചിങ്ങമഹോത്സവത്തിന് കൊടിയേറി. മഞ്ജുലാലിന് മുന്നിൽ വാദ്യപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള കേളിയുടെ അകമ്പടിയോടെ ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റം നിർവഹിച്ചു. വർക്കിംഗ് ചെയർമാൻ KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സമുദായ സാരഥികൾ സമന്വയ ജ്യോതി തെളിയിച്ചു. കൺവീനർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, ബാലൻ വാർനാട്ട്, ശ്രീധരൻ മാമ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞായറാഴ്ച നടക്കുന്ന ചിങ്ങമഹോത്സവത്തിൽ ഉച്ചതിരിഞ്ഞ് 3-ന് 251 വാദ്യകലാകാരന്മാരുടെ മഞ്ജുളാൽ തറമേളം, ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാര വിതരണവും നടക്കും. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് എസ് സംസ്ഥാന കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ ദിന പരിപാടി NCP-S സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് CR സജിത്ത് അധ്യക്ഷത വഹിച്ചു. NCP-S സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഘു K മാരാത്ത്, വിജിത വിനുകുമാർ, M പത്മിനി, CL ജോയ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ലെന്ന് സുപ്രീം കോടതി. സ്വന്തം അനുഭവം വിശദീകരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ദേശീയപാത ചാലക്കുടിയിൽ തുടർച്ചയായ 4-ാം ദിവസവും ഗതാഗത കുരുക്ക്. കുന്നംകുളം പന്തല്ലൂരിൽ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വൈദ്യുതി പോസ്റ്റ് വീണു. കൊടകര കനകമലയിൽ വനപ്രദേശത്തുള്ള പഴയ പാറമടയ്ക്ക് സമീപം മണ്ണിടിച്ചിൽ. മാള ആളൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തിക്കിടയാക്കി. കൊടകര പാറക്കാട്ടുകരയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിൽ റോഡരികിലെ അപകടാവസ്ഥയിലായ മരങ്ങൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അധികൃതർ അലംഭാവം തുടരുകയാണെന്ന് നാട്ടുകാർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.